എല്ലാ സമ്മറിലും UAE ടെമ്പറേച്ചർ 45°C to 50° വരെ ഉണ്ടാകും. UAEയിലെ എക്സ്ട്രീം സമ്മർ ഹീറ്റ് ഓരോ ട്രക്ക് ഓണറും ഡ്രൈവറും സീരിയസ് ആയിട്ട് എടുക്കണം. ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോബ്ലംസിൽ മെജോറിറ്റിയും റെഗുലർ ഇൻസ്പെക്ഷനും ടൈംലി മെയിൻ്റനൻസ് വഴി പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. ഇത് ആ പ്രോബ്ലംസ് എക്സ്പെൻസീവ് റിപ്പയർസ് അല്ലെങ്കിൽ റോഡ് സൈഡ് ബ്രേക്ക് ഡൗൺസ് ആകുന്നതിന് മുൻപ് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. UAEയിലെ ഒരു ഹോട്ട് ആഫ്റ്റർനൂൺ അപ്പോൾ നിങ്ങളുടെ ട്രക്ക് പ്രോപ്പറായി പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ thousands of dirhams കാസ്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. എല്ലാ സമ്മറിലും UAE ടെമ്പറേച്ചർ 45°C to 50° വരെ ഉണ്ടാകും. ഇത് ട്രക്ക് എൻജിൻ, ടയേഴ്സ്, ബ്രേക്ക്, ബാറ്ററി എന്നിവയിൽ എക്സ്ട്രാ പ്രഷർ ഉണ്ടാക്കുന്നു. പ്രോപ്പർ മെയിൻ്റനൻസ് ഇല്ലെങ്കിൽ ഈ എക്സ്ട്രീം ഹീറ്റ് കോസ്റ്റ്ലി ബ്രേക്ക് ഡൗൺസും ഡെലിവറി ഡിലേസും ഉണ്ടാകും. ഇന്നത്തെ വീഡിയോയിൽ UAE സമ്മർ ഹീറ്റ് നിങ്ങളുടെ ട്രക്ക് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് നോക്കാം. വെൽക്കം ടു ഓപ്പൺ FRA. നിങ്ങൾക്ക് ട്രക്കിംഗ്, ലോജിസ്റ്റിക്, ട്രാൻസ്പോർട്ടേഷൻ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് ഓപ്പൺ FRA സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം UAE സമ്മർ ഹീറ്റ് ട്രക്സിന് എന്തുകൊണ്ടാണ് ഇത്രയും ടഫ് വെക്കുന്നത് എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം. UAE വേൾഡിൽ തന്നെ ഏറ്റവും ചൂടുള്ള ക്ലൈമറ്റ്സിൽ ഒന്നാണ്. സമ്മർ സമയത്ത് ട്രക്ക് ഹെവി ലോഡ്സ് ക്യാരി ചെയ്ത് ഹൈവേസിൽ ലോങ് ഹാർസ് ട്രാവൽ ചെയ്യുന്നു. ഈ സമയത്ത് എൻജിൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് എക്സ്ട്രീമായ ടെമ്പറേച്ചറിൽ ട്രക്കിന് വളരെ സ്ട്രെസ് ഉണ്ടാക്കും. ഹൈ ടെമ്പറേച്ചർ, ഹാർഡ് റോഡ് സർഫസസ്, ഹെവി കാർഗോ എന്നിവയുടെ കോമ്പിനേഷൻ കൊണ്ട് ട്രക്കിൻ്റെ ആൽമോസ്റ്റ് എല്ലാ പാർട്സും നോർമലായിട്ട് കൂടുതൽ ഹാർഡായി വർക്ക് ചെയ്യേണ്ടി വരും. കൂളിംഗ് സിസ്റ്റം കൂടുതൽ ഹീറ്റ് റിമൂവ് ചെയ്യണം. ടയേഴ്സ് ഹാർഡ് റോഡ് സർഫേസിന് ഫേസ് ചെയ്യണം. ബാറ്ററീസുടെ എഫിഷ്യൻസി കുറയ്ക്കാം. ബ്രേക്കിംഗ് സിസ്റ്റമിന് എക്സ്ട്രാ സ്ട്രെസ് ഉണ്ടാകും. റെഗുലർ മെയിൻ്റനൻസ് ഇല്ലെങ്കിൽ ഒരു സ്മോൾ പ്രോബ്ലം പോലും ക്വിക്ക്ലി മേജർ ബ്രേക്ക് ഡൗൺ ആയി മാറാൻ ചാൻസ് ഉണ്ട്. എൻജിൻ ആൻഡ് കൂളിംഗ് സിസ്റ്റം. ഇനി എന്തുകൊണ്ടാണ് എൻജിനും കൂളിംഗ് സിസ്റ്റമും UAEയുടെ എക്സ്ട്രീം സമ്മർ ഹീറ്റ് കൊണ്ട് ഫസ്റ്റ് അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന പാർട്സ് എന്നിട്ട് നോക്കാം. എൻജിൻ റണ്ണിങ് ആകുമ്പോൾ നാച്ചുറലി വളരെയധികം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. UAE സമ്മറിൽ എൻജിൻ സേഫ് ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കൂളിംഗ് സിസ്റ്റം വളരെ ഹാർഡായി വർക്ക് ചെയ്യും. കൂളന്റ് ലെവൽ കുറവാണെങ്കിൽ, റേഡിയേറ്റർ ഡേർട്ടി ആണെങ്കിലും, കൂളിംഗ് ഫാൻ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നെങ്കിലും എൻജിൻ ഓവർ ഹീറ്റ് ആകും. ഓവർ ഹീറ്റിംഗ് എൻജിന് പവർ ലോസ് ഉണ്ടാകും. പിന്നെ ഇൻറ്റർണൽ പാർട്സ് ഡാമേജ് ആകും. അല്ലെങ്കിൽ ട്രക്ക് റോഡ് സൈഡിൽ സ്റ്റാൻഡേർഡ് ആകാൻ പോലും ചാൻസ് ഉണ്ട്. ഓരോ ലോങ് ട്രിപ്പിന് മുൻപ് ഡ്രൈവേഴ്സ് കൂളന്റ് ലെവൽ ചെക്ക് ചെയ്യണം. ഹോസസിൽ ലീക്സ് ഉണ്ടോ എന്ന് ഇൻസ്പെക്ട് ചെയ്യണം. റേഡിയേറ്റർ ക്ലീൻ ആണ് എന്നിട്ട് എൻഷ്യൂർ ചെയ്യണം. കൂളിംഗ് ഫാൻ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നിട്ടും നമുക്ക് ചെക്ക് ചെയ്യണം. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ചെയ്യുന്നത് ഡാമേജ്ഡ് എൻജിൻ റിപ്പയർ ചെയ്യുന്നതിനേക്കാൾ വളരെ ചീപ്പറാണ്. ടയർ ബ്ലോഔട്ട്സ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? സമ്മറിൽ ട്രക്കിൻ്റെ ഏറ്റവും വൾനറബിൾ പാർട്സിൽ ഒന്നാണ് ടയേഴ്സ്. ഹാർഡ് റോഡ് സർഫസസ് ടയർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ടയറിന് ഉള്ളിലുള്ള ഹെയർ ഹീറ്റ് കൊണ്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടയറിൻ്റെ പ്രഷർ ഇൻക്രീസ് ആകും. ടയേഴ്സ് ഓൾറെഡി വേർനൗട്ട് ആണെങ്കിൽ, അണ്ടർ ഇൻഫ്ലേറ്റഡ് ആണെങ്കിൽ, ഓവർ ഇൻഫ്ലേറ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ റെക്കമെൻഡേറ്റഡ് വെയ്റ്റിനേക്കാൾ കൂടുതൽ ലോഡ് ക്യാരി ചെയ്യുന്നെങ്കിൽ ടയർ ബ്ലോ ഔട്ട് ആകാൻ റിസ്ക് വളരെ ചാൻസ് അധികം. ഹൈവേ സ്പീഡിൽ ടയർ ബ്ലോ ഔട്ട് സംഭവിച്ചാൽ സീരിയസ് ആക്സിഡൻറ്റ്സ്, കാർഗോ ഡാമേജ്, എക്സ്പെൻസീവ് ഡിലേസ് ഇതൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഡ്രൈവേഴ്സ് ഓരോ ജേർണിക്ക് മുൻപ് ടയേഴ്സ് ഇൻസ്പെക്ട് ചെയ്യണം. മാനുഫാക്ചറർ റെക്കമെൻഡ് ചെയ്യുന്ന ടയേഴ്സ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ക്രാക്സ് അല്ലെങ്കിൽ എക്സസീവ് വെയർസ് എന്തെങ്കിലും ഉണ്ടോ എന്നിട്ട് റിപ്ലേസ് ചെയ്യാൻ നോക്കണം. സമ്മർ ഹീറ്റ് ബാറ്ററിനെയും ബ്രേക്കിംഗ് സിസ്റ്റമിനെയും എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നിട്ട് പറയാം. ഫസ്റ്റ്, എക്സ്ട്രീം ഹീറ്റ് ട്രക്ക് ബാറ്ററിനെ മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത്. ബാറ്ററിയുടെ ലൈഫ് സ്പാൻ കുറയാനും പിന്നെ അൺഎക്സ്പെക്റ്റഡായി ബ്രേക്ക് ഡൗൺസ് ആകാനും ചാൻസ് ഉണ്ട്. സെക്കൻഡ്, ഹൈ ടെമ്പറേച്ചേഴ്സ് ബ്രേക്കിംഗ് സിസ്റ്റമിനെ കൂടുതൽ ഹാർഡായി വർക്ക് ചെയ്യുന്നു. ഇത് ബ്രേക്ക് വെയറൊക്കെ ഇൻക്രീസ് ചെയ്യുകയും റോഡ്സിൽ സ്റ്റോപ്പിംഗ് പെർഫോമൻസ് കുറയ്ക്കാനും ചെയ്യും. തേർഡ്, ബാറ്ററിയും ബ്രേക്ക് മെയിൻ്റനൻസും ഇഗ്നോർ ചെയ്താൽ അൺഎക്സ്പെക്റ്റഡ് ബ്രേക്ക് ഡൗൺസ്, കോസ്റ്റ്ലി റിപ്പയർസ്, ഡിലേഡ് ഡെലിവറീസ് ഇതൊക്കെ ഉണ്ടാകും. ഫോർത്ത്, ഇനി ഒരു സ്മോൾ ബാറ്ററി ചെക്ക് അല്ലെങ്കിൽ ബ്രേക്ക് ഇൻസ്പെക്ഷൻ ചെയ്യുന്നത് ഫ്യൂച്ചറിൽ മേജറായ മെക്കാനിക്കൽ ഫെയിലിയേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഫിഫ്ത്ത്,
ബാറ്ററിയും ബ്രേക്കിംഗ് സിസ്റ്റമും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കാർഗോനെയും ഇൻകമിനെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഓരോ ട്രിപ്പിലും നിങ്ങളുടെ സേഫ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. സമ്മറിൽ ഫ്യൂൾ കൺസപ്ഷൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇൻക്രീസ് ആകുന്നത്? സമ്മർ ഹീറ്റിന്റെ മറ്റൊരു ഹിഡൻ എഫക്റ്റ് ആണ് ഹയർ ഫ്യൂൾ കൺസപ്ഷൻ. എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സിൽ ഫ്യൂൾ കോസ്റ്റും ഇൻക്രീസ് ആവും. ഇതിന് ചാൻസും അധികമായിട്ട് ഇൻക്രീസ് ആവും. വെതർ വളരെ ഹാർഡ് ആകുമ്പോൾ എൻജിനും എയർ കണ്ടീഷനിങ്ങും സിസ്റ്റംസ് കൂടുതൽ ഹാർഡായി വർക്ക് ചെയ്യും. അതുകൊണ്ട് എൻജിൻ കൂടുതലായ ഫ്യൂൾ കൺസ്യൂം ചെയ്യേണ്ടി വരും. സമ്മറിൽ ട്രാഫിക് കൺജഷൻ, ഫ്രീക്വന്റ് ഐഡ്ലിംഗ്, ഹൈവേ ലോഡ്സ് എല്ലാ ഫ്യൂൾ എഫിഷ്യൻസിനെയും കുറയ്ക്കും. പുവർ ടയർ പ്രഷറും ഡേർട്ടി ഹെയർ ഫിൽറ്റേഴ്സും ഫ്യൂൾ കൺസപ്ഷൻ ഇൻക്രീസ് ചെയ്യും. കാരണം എൻജിൻ കൂടുതൽ ഹാർഡായി വർക്ക് ചെയ്യേണ്ടി വരും. സോ ടയർ പ്രോപ്പർ പ്രഷറിൽ മെയിൻറ്റെയിൻ ചെയ്യണം. എൻജിൻ റെഗുലറായിട്ട് സർവീസും ചെയ്യണം. ഈ അൺനെസസറി ഐഡ്ലിംഗ് അവോയ്ഡ് ചെയ്യാനും എഫിഷ്യൻറ്റ് റൂട്ട്സ് പ്ലാൻ ചെയ്യണം. ഇതൊക്കെ ഫ്യൂൾ എക്സ്പെൻസസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. എസെൻഷ്യൽ സമ്മർ മെയിൻ്റനൻസ് ചെക്ക് ലിസ്റ്റ്. ഒരു ലോങ് ട്രിപ്പിന് മുൻപ് കൂളൻ്റ് ലെവൽ ചെക്ക് ചെയ്യുക. എൻജിൻ്റെ ഓവർ ഹീറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ റേഡിയേറ്റർ ഇൻസ്പെക്ട് ചെയ്തിട്ട് ട്രക്ക് ബാറ്ററി ടെസ്റ്റ് ചെയ്യണം. ടയർ പ്രഷറും ടയർ കണ്ടീഷനും ചെക്ക് ചെയ്യണം. സേഫ്റ്റി ഡ്രൈവിംഗ് എൻഷ്യൂർ ചെയ്യാൻ ബ്രേക്ക് പാഡ്സും ബ്രേക്ക് ഫ്ലൂയിഡും ഇൻസ്പെക്ട് ചെയ്യണം. എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുക. എയർ കണ്ടീഷനിങ് സിസ്റ്റം പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നിട്ടും എൻഷ്യൂർ ചെയ്യുക. ബെൽറ്റ്സ് ആൻഡ് പൈപ്സിൽ ക്രാക്സ് അല്ലെങ്കിൽ ലീക്സ് ഉണ്ടോ എന്നിട്ട് ഇൻസ്പെക്ട് ചെയ്യണം. ഓരോ ജേർണിക്ക് മുൻപ് ഈ സിമ്പിളായ ചെക്കിംഗ് ചെയ്താൽ നമുക്ക് കുറച്ച് മിനിറ്റ്സ് ആണ് ആകും. സോ ഈ സ്മാൾ ചെക്സ് കോസ്റ്റ്ലി റിപ്പയർസിനെ പ്രിവെൻറ്റ് ചെയ്യും. ഡൗൺ ടൈം റെഡ്യൂസും ചെയ്യും. UAEയിൽ ട്രക്ക് സേഫായ റണ്ണിങ്ങിൽ നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യും. സമ്മറിൽ ട്രക്ക് സേഫായ റണ്ണിങ്ങിൽ നിലനിർത്താനും ഹെൽപ്പ് ചെയ്യും. ഫൈനലി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ടിപ്സ് ടു പ്രിവെൻറ്റ് ട്രക്ക് ബ്രേക്ക് ഡൗൺസ്. ഫസ്റ്റ്, അവോയ്ഡ് ഡ്രൈവിംഗ് ഡ്യൂറിങ് പീക്ക് ഹീറ്റ്. പോസിബിളായ സമയങ്ങളിൽ 12 PM 3 PM വരെ ഡ്രൈവിങ്ങിനെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. ഈ സമയത്ത് ടെമ്പറേച്ചേഴ്സ് ഏറ്റവും കൂടുതലാകാൻ ചാൻസ് ഉണ്ട്. വാച്ച് യുവർ എൻജിൻ ടെമ്പറേച്ചർ. എൻജിൻ ടെമ്പറേച്ചർ ഗാജ് റെഗുലർലി ആയി ചെക്ക് ചെയ്യണം. എൻജിൻ ഓവർ ഹീറ്റ് ആകുന്നതെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഇമീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക. തേർഡ്, നെവർ ഇഗ്നോർ വാർണിംഗ് ലൈറ്റ്സ്. ഡാഷ്ബോർഡ് വാർണിംഗ് ലൈറ്റ്സ് ഒരു പ്രോബ്ലമിൻ്റെ ഏർലി സൈൻസ് ആണ്. വാർണിംഗ് ലൈറ്റ്സ് ഇഗ്നോർ ചെയ്യുന്നത് ഏർലി ആയി പ്രോബ്ലം ഫിക്സ് ചെയ്താൽ മേജർ ബ്രേക്ക് ഡൗൺ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. ഫോർത്ത്, ചെക്ക് ടയേഴ്സ് ബിഫോർ എവറി ട്രിപ്പ്. ഓരോ ട്രിപ്പിന് മുൻപും ടയർ ചെക്ക് ചെയ്യണം. ടയേഴ്സിൽ ക്രാക്സ് അല്ലെങ്കിൽ എക്സസീവ് വെയർസ് എന്തെങ്കിലും ഉണ്ടോ എന്നിട്ട് നമുക്ക് നോക്കണം. ഹോട്ട് റോഡ്സ് ടയർ ബ്ലോഔട്ട് റിസ്ക് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ടയർ ഇൻസ്പെക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഫ്ത്ത്, ക്യാരി എമർജൻസി സപ്ലൈസ്. അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസിൽ എക്സ്ട്രാ കൂളൻ്റ്, ഡ്രിങ്കിങ് വാട്ടർ, ബേസിക് എമർജൻസി ടൂൾസ് ഇതൊക്കെ എപ്പോഴും ട്രക്കിൽ ക്യാരി ചെയ്യുന്നത് ആവശ്യമാണ്. സിക്സ്ത്ത്, ഫോളോ ദി മെയിൻ്റനൻസ് ഷെഡ്യൂൾ. പാർട്സ് ഫെയിൽ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാണ്ട് ട്രക്കിനെ കറക്റ്റ് ടൈമിൽ സർവീസ് ചെയ്യുന്നത് നല്ലത്. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ടൈമും മണിയും സേവ് ചെയ്യും. സെവൻത്ത്, ഇൻസ്പെക്ട് യുവർ ട്രക്ക് റെഗുലർലി. ഡെയിലി ഒരു ക്വിക്ക് ഇൻസ്പെക്ഷൻ ചെയ്യുന്നത് സ്മാൾ ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇത് ആ പ്രോബ്ലംസ് എക്സ്പെൻസീവ് റിപ്പയർസ് അല്ലെങ്കിൽ റോഡ് സൈഡ് ബ്രേക്ക് ഡൗൺസ് ആകുന്നതിന് മുൻപ് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. UAEയിലെ എക്സ്ട്രീം സമ്മർ ഹീറ്റ് ഓരോ ട്രക്ക് ഓണറും ഡ്രൈവറും സീരിയസ് ആയിട്ട് എടുക്കണം. എൻജിൻ ഓവർ ഹീറ്റിംഗ്, ടയർ ബ്ലോ ഔട്ട്സ്, ബാറ്ററി ഫെയിലിയേഴ്സ്, ബ്രേക്ക് വെയർ, ഹയർ ഫ്യൂൾ കൺസപ്ഷൻ, ഇങ്ങനെ ട്രക്സിൻ്റെ ആൾമോസ്റ്റ് എല്ലാ പാർട്സിനെയും നമുക്ക് എക്സ്ട്രീം ഹീറ്റ് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോബ്ലംസിൽ മെജോറിറ്റിയും റെഗുലർ ഇൻസ്പെക്ഷനും ടൈംലി മെയിൻ്റനൻസ് വഴി പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. ഈ സിമ്പിൾ ടിപ്സ് ഫോളോ ചെയ്താൽ നിങ്ങളുടെ ട്രക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അൺഎക്സ്പെക്റ്റഡ് ആയുള്ള ബ്രേക്ക് ഡൗൺസ് റെഡ്യൂസ് ചെയ്യാനും, റിപ്പയർ കാസ്റ്റ് സേവ് ചെയ്യാനും, ബിസിനസ് സ്മൂത്ത് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനും കഴിയും. ഒന്ന് മനസ്സിലാക്കി, ട്രക്കിൻ്റെ മണി ഏൺ ചെയ്യുന്നത് റോഡ്സിലായിരിക്കുമ്പോഴാണ്, റിപ്പയർ ഷോപ്പിലായിരിക്കുമ്പോൾ അല്ല. ഡോണ്ട് ഫർഗെറ്റ് ടു വാച്ച് അവർ പ്രീവിയസ് വീഡിയോ അബൌട്ട് ഡീസൽ ട്രക്ക് വേഴ്സസ് ഇലക്ട്രിക് ട്രക്ക് വിച്ച് ഇസ് ബെറ്റർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ കൂടുതൽ പ്രാക്ടിക്കൽ ട്രക്കിംഗ് ടിപ്സ്, UAE ലോജിസ്റ്റിക് അപ്ഡേറ്റ്സ്, ഇൻഡസ്ട്രി ഇൻസൈറ്റ് എന്നിവയ്ക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.